ആരെ കെട്ടിക്കാൻ ഉണ്ടാക്കിയിട്ടേക്കോ ഇത്? ആർട്സ് കോളേജ് ഉണ്ടാക്കിയിട്ടേക്കോ. തൃപ്പുണിത്തറ ഗവൺമെന്റ് ആർട്സ് കോളേജിലെ പുതിയ ബ്ലോക്ക് 14.5 കോടി മുടക്കി ഉണ്ടാക്കിയിട്ടിട്ട് അടച്ചു പൂട്ടിയിട്ടേക്കുന്നു. എന്തിനാ ഉണ്ടാക്കിയിട്ട്? ഇത്രയും വലിയ ആർച്ച് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പേരും വെച്ചേക്കുന്നു ഗവൺമെന്റ് കോളേജ് തൃപ്പുണിത്തറയെന്ന്. കണ്ട ഗേറ്റും വെച്ചേക്കുന്നു. വലിയ ബിൽഡിംഗ് 14.5 കോടി മുടക്കി നിന്റെ പോക്കറ്റ് വീർത്ത്, അല്ലാതെ വേറെ പ്രയോജനമില്ല. പിന്നെ വഴിയില്ല ഇതിന്റെ പേര് തുറന്നില്ല. കണ്ടോ, ഫ്രണ്ട് ഗേറ്റ് വരെ കാട് പിടിച്ച് കിടക്കുക. 14.5 കോടി നമ്മുടെ വലിക്കാൻ പോയി. കൊണ്ടുപോണ്ടവന്മാര് അതെല്ലാം കോണകത്തി വെച്ച് കൊണ്ടുപോയി. അതാണ് സത്യം. എന്ത് പൈസ? നമ്മുടെ പൈസ എന്ത്? പാവപ്പെട്ടവരുടെ പൈസ ഉണ്ട്, ഞങ്ങളുടെ പൈസ. അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ പൈസ, നമ്മുടെ എല്ലാവരുടെയും പൈസ എടുത്ത് പണിഞ്ഞ സാധനം ഇത്. എന്തിനാടാ ഇതൊക്കെ നശിപ്പിച്ച് കളയുന്ന? കുറെ പേർക്ക് വീടെങ്കിലും വെച്ച് കൊടുത്തുകൂടാ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണേ. 14.5 കോടി കൊടുത്തു ഒരു ആർട്സ് കോളേജിന്റെ പുതിയ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടതാ. അതും കാട് പിടിച്ച് കിടക്കുന്നു, ഗേറ്റും കാട് പിടിച്ച് കിടക്കുന്നു, മൊത്തവും കാട് പിടിച്ച്. ഈ 14.5 കോടിക്ക് ആര് സമാധാനം പറയും? 2017 പണി തുടങ്ങിയതാണ്. 2023 ഈ ആർട്സ് കോളേജിന്റെ പുതിയ ബ്ലോക്കിന്റെ പണി തീർന്ന് നാണ്ട പൂട്ടി കാട് പിടിച്ച് കിടക്കുക. ഇപ്പൊ എന്തിനാ ഉണ്ടാക്കിയിട്ട്? നമ്മുടെ പൈസ എടുത്ത് എന്തിനുണ്ടാക്കിയിട്ട്? ഈ പൈസയുടെ കണക്ക് ആര് സമാധാനം പറയും? ഇവന്മാർക്ക് ഇത് തറക്കല്ലിടുന്നതിന് മുമ്പ് അയ്യോ വഴിയില്ല, ഇത് തുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നു. ഇപ്പം 14.5 കോടി കൊടുത്ത് ഇത് എല്ലാം പൊക്കി പണി കഴിഞ്ഞപ്പം 3 വർഷം കൊണ്ട് പൂട്ടിക്കിടക്കോ വഴിയില്ലാഞ്ഞതിന്റെ പേരിൽ. ഇവന്മാർക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു, തറക്കല്ലിട്ടപ്പോ അറിയത്തില്ലായിരുന്നോ, പ്ലാൻ വരച്ചപ്പോ അറിയത്തില്ലായിരുന്നോ വഴിയില്ലെന്ന്? എത്ര രൂപ പോക്കറ്റിലാക്കി? എത്ര രൂപ പോക്കറ്റിലാക്കി നീയൊക്കെ? ജനങ്ങളുടെ പൈസ, പാവപ്പെട്ടവരുടെ പൈസ, ഞങ്ങളുടെ പൈസ എടുത്ത് ഈ സാധനം ഉണ്ടാക്കി. ഓക്കെ, ശരി, നാടിന് നല്ലതിനാണ് ഇത് ഉണ്ടാക്കിയത്, പിള്ളേർക്ക് നല്ലതിനാണ് ഉണ്ടാക്കിയത്. പക്ഷെ റോഡില്ലാതെ എന്തിന് നീയൊക്കെ ഉണ്ടാക്കി? ഇതിന് കണക്ക് പറ, ഇതിന് സമാധാനം പറ. 14.5 കോടി എടുത്ത് തിന്നോ, അതോ കുറച്ച് പൈസ പോക്കറ്റിലാക്കിയോ, കുറച്ച് കമ്മീഷൻ കയറ്റിയോ? മുക്കിയ കണക്ക് മുക്കാത്ത കണക്ക് എന്തോ ആയിക്കോട്ടെ, ദയവേത് ഇത് വഴിയുടെ ആയാലും എന്തോത്തിനായാലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇനി കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിയിട്ട് അവര് വലിപ്പിച്ചോണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ ഇത് കണ്ണടച്ചിരിക്കരുത് ദയവേത്.